നമ്മൾ ആവർത്തിച്ച് കേട്ടത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയും അതിൽ കോമൺ ആയിട്ടെത്തിയ അനീഷിലൂടെയുമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് റിയാലിറ്റി ഷോയുടെ പല സംശയങ്ങളും പലർക്കും ഉണ്ടാകും. അതിനേക്കാൾ ഉപരി അനീഷ് ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്, അഭിമാനത്തിലാണ്. കാരണം അനീഷിന്റെ രണ്ടാമത്തെ പുസ്തകം, ആദ്യ നോവലായ കതിരാളനാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം ഇത്ര വലിയൊരു വേദിയിൽ എൻ്റെ ആദ്യത്തെ നോവൽ, രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടാൻ പറ്റിയതിലും, അതും മണിയമ്പിള്ള രാജു സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി അത് പ്രകാശനം ചെയ്തതിലും എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പോകുന്നതിന് മുൻപ് എഴുതി കഴിഞ്ഞ ഒരു നോവലാണ് കതിരാളൻ. അത് പുറത്തിറങ്ങി ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആവുകയും ഇപ്പതാ ഇവിടെ അത് പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ ആ ഷോയില് അത്രമാത്രം സപ്പോർട്ട് ചെയ്തു, അത്രമാത്രം എന്നെ ഹൃദയത്തിലേക്ക് എടുത്തു. അപ്പൊ അതിനും നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാം. നമ്മൾ പറഞ്ഞു കോമൺ മാൻ എന്നുള്ളതാണ് ടോപ്പിക്. താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് റിയാലിറ്റി ഷോ തുടങ്ങിയത് മുതൽ ഇപ്പോഴും സജീവമായിട്ട് തന്നെ പല വേദികളിലും എത്തുന്നുണ്ട്. അനീഷിന്റെ ജീവിതം ഒരുവിധം റിയാലിറ്റി ഷോ കണ്ടവരായാലും അനീഷിനൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ തൃശ്ശൂർ കോടന്നൂർ സ്വദേശിയാണ്. കോടന്നൂർ എന്ന വാക്ക് എപ്പോഴും താങ്കളോടൊപ്പം ഉണ്ടായിരുന്നു റിയാലിറ്റി ഷോയിലായാലും. കതിരാളൻ എന്ന പുസ്തകം ഒരുപക്ഷെ നിങ്ങൾ വായിക്കുകയാണ് എന്നുണ്ടെങ്കിലും ആ നോവൽ ആരംഭിക്കുന്നത് തന്നെ കോടന്നൂരിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. കർഷകനാണ്, എഴുത്തുകാരനാണ്, റിയാലിറ്റി ഷോയിലെ ടോപ്പ് 2-ൽ എത്തിയ ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് വേദികൾ എത്തുന്നുണ്ട്. അനീഷ് ഇപ്പോഴും ഒരു സാധാരണക്കാരനാണോ? തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും എല്ലായ്പ്പോഴും സാധാരണക്കാരനായിട്ട് ജീവിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോഴും ഞാനൊരു സാധാരണക്കാരനാണ്. സാധാരണക്കാരനായിട്ട് ചിന്തിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. എൻ്റെ ജീവിതത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് പോകുന്ന വേദികളിൽ ആളുകൾ അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാലത്തും സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ കോടന്നൂരിനെ കുറിച്ച് മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഒന്നും തന്നെ എൻ്റെ ജീവിതവുമായിട്ട് ഇല്ല. അപ്പൊ ഞാൻ എഴുതുന്ന എൻ്റെ ആദ്യത്തെ നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എൻ്റെ നാട് തന്നെയാണ്, കോടന്നൂരാണ്. കോടന്നൂർ ഒരു കാർഷിക പശ്ചാത്തലമുള്ള ഒരു നാടാണ്. അവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ഏതെങ്കിലും ഒരു തരത്തിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചപ്പോ മുതൽ കാണുന്ന ഒരു കാര്യമാണ് നെൽകൃഷി എന്ന് പറയുന്ന ഒരു കാർഷിക വൃത്തി. അപ്പോ അതാണ് ഈ ഒരു നോവലിന്റെ ഒരു പശ്ചാത്തലമായിട്ട് എടുക്കുന്നത്. കോടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഒരു ഗ്രാമത്തിലേക്ക്, നെൽകൃഷി വ്യാപകമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഒരു കുടുംബം വരുന്നതും ആ കുടുംബം അവിടെ നട്ട് നനച്ച് വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായിട്ട് മാറുന്നതൊക്കെയാണ് ഈ നോവലിലുള്ളത്. ഏകദേശം 1890കളിൽ തുടങ്ങി ഈ 2024ഓളം സഞ്ചരിക്കുന്ന ഒരു നോവലാണ്. മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. 2 തലമുറ, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം അലക്സാണ്ടർ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അലക്സാണ്ടറിന്റെ ഫാദർ സൈമൺ, സൈമന്റെ ഫാദർ പൊറിഞ്ചുവിന്റെ ഫാദർ ഇട്ടൂപ്പ്, അങ്ങനെ 4 തലമുറയുടെ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മളോട് സംവദിക്കുന്ന ഒരു നോവലാണ് കതിരാളൻ. നിങ്ങൾക്ക് കതിരാളൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ഉണ്ടായിരിക്കും. കതിർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെൽക്കതിരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കതിർ. ആളെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിനെ കതിര് വഹിക്കുന്നവൻ എന്നൊക്കെയാണ് ആ കതിരാളൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് തന്നെയായിരിക്കും കതിരാളൻ. അനീഷിന്റെ രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യം എന്റെ ഇരം തൊഴിലല്ലേ, അത് സ്വന്തം ജീവിതം തന്നെയാണ്, ഓർമ്മക്കുറിപ്പുകളാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ കതിരാളൻ എന്ന് പറയുമ്പോൾ അനീഷിന്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അലക്സാണ്ടർ എന്ന് പറയുന്നതും അനീഷിനെ പോലെ തന്നെയാണ് ആ കഥാപാത്രം എന്ന് പറയുന്നത്. അതായത് വലിയൊരു ജോലി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറി നിന്നിട്ട് കൃഷിയിലേക്ക് വരുന്ന ഒരാൾ. അനീഷിന്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണോ ശരിക്കും കതിരാളൻ എഴുതിയത്?
ചിലയിടത്തൊക്കെ ആത്മാംശം ഉണ്ട്. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് അനീഷിന്റെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, കോടന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പരിസരങ്ങളും എൻ്റെ തറവാടിന്റെ കുറച്ച് ആത്മാംശമൊക്കെ ഈ നോവലില് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോവലിനെ കുറിച്ച് പറയുമ്പോൾ സംടൈംസ് അലക്സാണ്ടറും അനീഷും ഒന്നാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു നൂൽപ്പാലത്തുമ്പോടെയാണ് ഈ നോവൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോ താങ്കളുടെ ജീവിതം പറഞ്ഞപ്പോൾ റിയാലിറ്റി ഷോയിൽ തന്നെ ബിഗ് ബോസിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഗവൺമെന്റ് സർവീസിലായിരുന്നു, 5 വർഷത്തോളം ലീവ് എടുത്ത് പ്രിപ്പറേഷൻ പല വിധത്തിലായിരുന്നു. ഒന്ന് ആ റിയാലിറ്റി ഷോയിലോട്ട് കയറാനാണെങ്കിൽ പോലും, മറ്റൊരു ജോലിക്ക് ട്രൈ ചെയ്യാനാണെങ്കിലും, കൃഷിയിലേക്ക് ഇറങ്ങുന്നതും. കൃഷി നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉള്ളതാണ്, സത്യമാണ്. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഇത്രയും കാര്യമായിട്ട് കൃഷിയിലേക്ക് ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ടായിരിക്കും. ഒന്ന്, ഈ കാലത്ത് കൃഷി വേണോ എന്ന് സംശയിക്കുന്നവരുണ്ടാകും. ഈ വാർത്ത മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു വാർത്തയാണ് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ വന്നിട്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് എന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരു തലമുറയ്ക്ക് മുന്നിലേക്കാണ് അനീഷ് കൃഷിയിലേക്ക് ഇറങ്ങുന്നതും അനീഷിന്റെ ബ്ലോഗിലൂടെയൊക്കെ ആ പാഠങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ കൃഷിയിലേക്കുള്ള ഒരു ജീവിതം? എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് കതിരാളൻ എന്നൊരു നോവലും കൂടി ഇവിടെ വന്നത്. അതെ, തീർച്ചയായിട്ടും കൃഷി എന്ന് പറയുമ്പോൾ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊരു വലിയൊരു കൃഷി ചെയ്യണം, അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊന്നും എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. അത് എൻ്റെ മുൻ തലമുറകളായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു ചിന്താഗതി ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ പഠിക്കാനൊക്കെ അത്യാവശ്യം മിടുക്കനായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠനം കഴിഞ്ഞ് എനിക്ക് ജോലിയൊക്കെ കിട്ടി. അപ്പോഴും ഈ കലാപരമായിട്ടുള്ള വാസനകൾ, എഴുത്ത്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഉത്തരവാദിത്തമുള്ള ജോലികളിലായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. സോ അങ്ങനെ പോകെ എനിക്ക് തോന്നി എനിക്ക് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട്. ഈ കഴിവുകളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് 4 ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടണം എന്നൊക്കെ മനസ്സിൽ കുറെ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എഴുത്ത് എന്ന് പറയുന്ന രംഗത്തേക്ക് കടന്നു വരണം. എനിക്കിപ്പോ 39 വയസ്സാണ്. അപ്പൊ ഇനിയും നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഇനി ഏത് കാലത്താണ് ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു തോട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് വന്നു. അപ്പോ ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ലീവ് എടുത്ത് കഴിഞ്ഞ് എഴുത്തിലോട്ട് വന്നു. അതുപോലെ തന്നെ റിയാലിറ്റി ഷോനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ റിയാലിറ്റി ഷോന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. അങ്ങനെ ലീവ് എടുക്കുന്നതിന് മുൻപ് ഞാൻ ബിസി ആയിരുന്നു. പക്ഷെ ലീവ് എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ബിസിയായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായി. കാരണം ചിലപ്പോഴൊക്കെ 14 മണിക്കൂറോളം നമ്മൾ എഴുത്തുമായിട്ടും പിന്നെ കൃഷിയുമായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അപ്പൊ ജോലിക്കുള്ളതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ലീവിലായിരുന്നപ്പോഴായിരുന്നു വർക്ക് ചെയ്യുന്നത്. ശരിക്കും ആദ്യത്തെ പുസ്തകം എന്നേരം കഴിഞ്ഞ് താങ്കളുടെ ജീവിതമാണത്, ഓർമ്മക്കുറിപ്പുകളാണ്. എന്തുകൊണ്ടാണ് സ്വന്തം ജീവിതം തന്നെ ആദ്യം പുസ്തകമാക്കാം എന്ന് തീരുമാനിച്ചത്? ഞാൻ കുറെ കോമ്പറ്റീഷൻ ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റീഷനുകളിലും, അതായത് ചെറുകഥയാണെങ്കിലും അല്ലെങ്കിൽ ലേഖന മത്സരമാണെങ്കിലും അങ്ങനെ എല്ലാ കോമ്പറ്റീഷനുകളിലേക്കും ഞാൻ എൻട്രി അയക്കാറില്ല. അത് പ്രൈസ് കിട്ടുമോ പ്രൈസ് കിട്ടില്ലേ എന്നൊന്നും നോക്കിയിട്ടല്ല. ഞാൻ എഴുതും, അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ ഞാൻ എഴുത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോ എന്റെ ഭാഷ എന്ന് പറയുന്നത് ജനങ്ങളെ ഏറ്റെടുക്കുമോ, ഞാൻ എഴുതുന്നത് മനസ്സിലാവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കലെ ഞാൻ മനസ്സിലാക്കി, സ്വന്തം ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ നമ്മൾ ആദ്യമായിട്ട് എഴുതുകയാണെങ്കിൽ അത് ഓഡിയൻസ് ആയിട്ട് അല്ലെങ്കിൽ വായനക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതിന് മുൻപ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഞാൻ എഴുതാറുണ്ടായിരുന്നു. അപ്പൊ ആ അനുഭവക്കുറിപ്പുകൾക്ക് വ്യാപകമായിട്ടുള്ള രീതിയിൽ
പ്രശസ്തി കിട്ടിയിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് കമന്റ്സ് പറയുമായിരുന്നു, ഒരുപാട് ആളുകൾ നല്ലത് എന്ന് പറയുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഓർമ്മക്കുറിപ്പുകളാവട്ടെ ആദ്യം, അപ്പൊ അത് നല്ല രീതിയിൽ ജനങ്ങളെ ഏറ്റെടുക്കും എന്ന് തോന്നി. അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോ എന്നേരം തുടങ്ങി ബെസ്റ്റ് സെല്ലറാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഈ രണ്ടാമത്തെ പുസ്തകം കതിരാളൻ, അതും ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടു. അതിന് സന്തോഷമുണ്ട്. അത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആശംസകൾ നേരുന്നു. ഈ എഴുത്ത് ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും എനിക്കൊന്ന് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപാണെന്ന് തോന്നുന്നു ഈ എന്നേരം തൊഴിൽ അതുമായി ബന്ധപ്പെട്ട് എന്റെ എഴുത്ത് ജീവിതം എന്നൊരു ബ്ലോഗ് ചെയ്തതല്ലേ. അതിനകത്ത് ശരിക്കും പറയുന്നുണ്ടായിരുന്നു, സ്കൂൾ കോളേജ് സമയത്തൊക്കെ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു. കാരണം പഠിക്കുന്നുണ്ടായിരുന്നു, കിട്ടുന്ന കോമ്പറ്റീഷനിലെല്ലാം ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴാണൊന്ന് ഫ്രീ ആവാൻ സമയം കിട്ടിയെന്നുള്ളത്. ഇത്രയും വളർന്നു, ജോലിയായി, അതിനിടയ്ക്ക് കൃഷിയും എഴുത്തും മറ്റു കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഇത്രയും ഫ്രീ ആയി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറുന്നത്. ഇപ്പൊ ശരിക്കും ബിസി ആയിട്ടുള്ള ലൈഫ് അല്ലേ? അപ്പോൾ സാധാരണക്കാരനാണോ സെലിബ്രിറ്റി ആണോ? എങ്ങനെയാണ് സ്വയമായിട്ട് വിലയിരുത്തുന്നത്? ഒരു കാലത്തും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു തൃശ്ശൂരത്തെ ഒരു ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡർ ആയിരുന്നു, ഞാൻ ആങ്കർ ആയിരുന്നു. അപ്പം കോളേജ് കഴിഞ്ഞ് നേരെ ന്യൂസ് റീഡിങ്ങിന് വേണ്ടി പോകുമായിരുന്നു. അതിന്റെ കൂടെ തന്നെ കോളേജിൽ എല്ലാവിധ കോമ്പറ്റീഷനുകളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കതിൽ പ്രൈസ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ മലയാളത്തിൻ്റെതായിട്ടുള്ള എല്ലാ കോമ്പറ്റീഷനുകളിലും ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി കിട്ടി. പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകേണ്ടി വന്നു. ആദ്യത്തെ ബാങ്കിലായിരുന്നപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് ഹൈദരാബാദ് ആയിരുന്നു, പിന്നെ ഗുൽബർഗ, അങ്ങനെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോഴൊക്കെ അതും ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആ സമയത്തും ബിസി ആയിരുന്നു. അതിനുശേഷം പിന്നെ അപ്പോഴും കോമ്പറ്റീഷനുകളിൽ എഴുതുമായിരുന്നു. അല്ലെങ്കിൽ 2 തവണ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തിയ മികച്ച യുവ എഴുത്തുകാരുടെ സെഷനിലേക്ക് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ബിസി ആയിരുന്നു. അതിനുശേഷം പിന്നെ ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറി, അപ്പോഴും ബിസി ആയിരുന്നു. അതിനുശേഷം ലീവ് എടുത്ത് 2 ബുക്ക് എഴുതി, പിന്നെ റിയാലിറ്റി ഷോയിൽ വന്നു, അപ്പോഴും ബിസി ആയിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമുകളും അതുപോലെ സെഷൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ബിസിയാണ്. എല്ലായ്പ്പോഴും ബിസി ആയിട്ട് ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം. അതാണ് റിയാലിറ്റി ഷോയിൽ വന്നിട്ട് എല്ലാം മലയാളത്തിലാക്കിയത്. സുപ്രഭാതം, ബിഗ് ബോസ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മളൊരു എഴുത്തുകാരനാവുമ്പോൾ, ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് തൊട്ട് മുൻപാണ് ഈ നോവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഈ ഒരു നോവലിന്റെ പശ്ചാത്തലങ്ങളും അതുപോലെ തന്നെ മലയാളത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ മെമ്മറിയിൽ മുഴുവൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ബിഗ് ബോസിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുമ്പോൾ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മലയാള ഭാഷയെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മലയാളത്തിന്റെ ചില കാര്യങ്ങൾ അടുത്തൊരു ജനറേഷന് അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കേണ്ടത്, ചർച്ചയാക്കേണ്ടത്, അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഞാനൊരു എഴുത്തുകാരനായിട്ട് കൂടെ ഞാൻ അത് ചെയ്തില്ലെങ്കിലാണ് അത് പ്രശ്നം. പക്ഷെ അങ്ങനെയാണ് ഹൗസിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലയാളത്തിന്റെ ഈ സുപ്രഭാതം എന്ന് പറയുന്ന വാക്ക് നമ്മളിപ്പോ ഒരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് സുപ്രഭാതം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ ഒരു മാറ്റാണ്. എന്നെ പോലുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ മാത്രമാണ് ഇനീഷ്യലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്ത് ജീവിതം തുടരുകയാണ് രണ്ടാമത്തെ പുസ്തകം. നമ്മള് പുസ്തക പ്രകാശനം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചാലും അപ്പോൾ എഴുത്ത് ജീവിതം മുന്നോട്ട് പോവുകയാണ്. അടുത്ത തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയാനുണ്ട്, ഇതൊരു ഭയങ്കര വൈഡായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നൊരു ഷോ തന്നെയാണ്. ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് പേർ കാണുന്നുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, വിമർശനം അറിയിക്കുന്നവരുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു ഓഡിയൻസ് ഉണ്ട് ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോയ്ക്ക്. അതിൽ നിന്ന് ഫെയിം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് അനീഷ്. ഇനി എഴുത്തിന്റെ പാതയിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് അനുഭവങ്ങളിങ്ങനെ നീങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നുള്ളത്. ഒരു സമയം കഴിയുമ്പോൾ ആ അനുഭവക്കുറിപ്പുകളും വരുമോ?
ഇതൊരു ടഫായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. എങ്കിലും ഭാവിയിൽ അങ്ങനെ ഒരു എന്തായാലും നമ്മളുടെ അനുഭവങ്ങൾ എഴുതേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് ബിഗ് ബോസ് എന്ന ഒരു ഷോ. അപ്പൊ അതിനെ കുറിച്ച് പരാമർശിക്കാതെ എൻ്റെ ഒരു ജീവിതം കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നിലവിലെ അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്തായാലും ഈ ഇതുവരെയുള്ള സീസൺ എല്ലാം കണ്ട ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും അത്രത്തോളം അടുത്ത് വലിയ ഫാൻ ആയിട്ടൊന്നും പോകുന്ന ഒരാളല്ല. പലപ്പോഴും ഒരാളെ കിട്ടിയാൽ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കാനാണ്. നിങ്ങൾക്ക് ഈ വലിയ ഒച്ചപ്പാടും ബഹളം അല്ലെങ്കിൽ ഈ അടിയും വഴക്കും ബഹളം അല്ലാണ്ട് വേറൊരു കണ്ടന്റ് അല്ലാതെ ഇറക്കാൻ പറ്റുകയില്ലേ? കാരണം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം അവർ അടി പൊട്ടും, ഒരു ബോംബ് ഇട്ടിരിക്കും ആരാണെങ്കിലും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിലേക്ക് ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിയാണ്. വയറായിട്ടുള്ള ഡയലോഗില്ലേ, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. അതൊരു വലിയ വഴക്കിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്, ഇത് മാത്രമേ കണ്ടന്റ് ഇറക്കിയാൽ വിജയിക്കുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് പറ്റില്ലേ? അതോ നിങ്ങളെ കാണുന്ന ഓഡിയൻസ് ഇതാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇപ്പോൾ നിങ്ങളൊരു സ്ട്രാറ്റജിയായിട്ട് മുന്നിലേക്ക് വരുന്നതാണ്. ഒരു ഗെയിം ഷോയാണ്, ശരിക്കും യഥാർത്ഥ ജീവിതമല്ല, ഒരു ഗെയിം ഷോയാണ്. തുടക്കത്തിൽ അനീഷ് ആണെങ്കിൽ പോലും പലരെയും ട്രിഗർ ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ? ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം. ഞാനായിരുന്നു അടുക്കളയിൽ എപ്പോഴും സവോള അരിയുന്നുണ്ടായിരുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ, ഒരിക്കലും കണ്ണീര് വെള്ളം വരില്ല. ചില ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് കാലങ്ങളായിട്ട് ചില ആളുകൾ ആർട്ടിസ്റ്റുകളായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ക്യാമറയ്ക്ക് മുൻപിൽ കാണിക്കാനായിട്ട് പറ്റുമായിരിക്കും. ഇതെന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ചിലപ്പോൾ പെട്ടെന്ന് നിന്ന നിൽപ്പില് ഇമോഷൻസ് വ്യതിയാനങ്ങൾ കാണും. അങ്ങനെയൊക്കെ ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈ ചോദ്യത്തിന് എനിക്ക് എന്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ കൂടുതൽ നാൾ അഭിനയിച്ച് നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല ഒരിക്കലും. അപ്പൊ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരും. അപ്പൊ പിന്നെ ഞാൻ എപ്പോഴും ഒരു എന്താ പറയാ, എന്റെ ജീവിതം അല്ലാതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്ന ഇമോഷൻസ് എങ്ങനെയാണോ ആ ഇമോഷനോട് കൂടിയിട്ട് മുന്നിലോട്ട് പോവുക എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് എന്നുള്ള ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ആ ഒരു ചോദ്യം നിരാകരിക്കുകയാണ്. എൻ്റെ കാര്യത്തില് ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ വളരെ ഒരു 10 ആ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ജീവിക്കുകയായിരുന്നു. എന്താണോ എൻ്റെ ഉള്ളിലോട്ട് തോന്നുന്നത് ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവനവനെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക? ആദ്യം നമ്മളെയാണ് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരാളെ കൂടെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും. അതിൽ നിന്നും എങ്ങനെയാണ് ഈ വഴക്കുകൾ ഉരുത്തിരിയുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ അതിനകത്ത് തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം സമയത്തും അനീഷ് ഒറ്റയ്ക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആരെ ഏത് ഫ്രെയിമിലെടുത്താലും അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരിക്കും, അത് ഒറ്റയ്ക്കായിരിക്കും. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം ശരിയാണ്, ഓരോ വ്യക്തിക്കും വേണ്ടതാണ്. സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ വേണ്ടതാണ്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വഴക്കും ബഹളവും ഉണ്ടാകുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയമാണ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പലപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു പ്രഷർ കുക്കർ പോലെയാണ് ആ ഒരു സ്ഥലം എന്നുള്ളത്. അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുമോ? അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും വഴക്കുണ്ടാക്കിയിട്ടില്ല. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. ചില ആളുകൾ അവർക്ക് ഒരു ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ അവർക്ക് കണ്ടന്റ് വേണം എന്ന് തോന്നിയേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ കാലങ്ങളായിട്ട് ക്യാമറ എല്ലാ ദിവസവും അവര് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നവരായിരിക്കാം. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇമോഷൻസ് ഓഡിയൻസിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ ഇതിനു മുൻപ് 24 മണിക്കൂറും ക്യാമറയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ പകല് മുഴുവൻ ക്യാമറയ്ക്ക് മുൻപിൽ നിന്നിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസും ഇല്ല.
അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണോ ജെന്യൂനായിട്ട് എൻ്റെ ഉള്ളിൽ വരുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളൂ. ഒരു വഴക്കുണ്ടാക്കണം എന്ന് വിചാരിച്ച് വഴക്കുണ്ടാക്കിയിട്ടില്ല, കരയണം എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞിട്ടില്ല, ചിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചിരിച്ചിട്ടില്ല. എന്ത് ഇമോഷൻസ് ആണോ തോന്നുന്നത് അതിനനുസരിച്ച് മാത്രമേ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് കൂടിയായിരിക്കണം ജനങ്ങൾ എന്നെ സ്നേഹിച്ചത്. ആ സമയത്ത് അന്നേരം മുതൽ ഇപ്പോൾ വരെ അതിനകത്ത് നടന്നിരിക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു പോയതാണ്. പക്ഷേ സംസാരിക്കാത്ത കുറെ ഏറെ കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ ഒരാൾ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നവരെ നിങ്ങളൊക്കെ വിജയിക്കുന്നത് ശരിക്കും വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വീട്ടിൽ നിൽക്കണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഹൗസിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാൻ പേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാകും. നിങ്ങൾ അതിനകത്ത് നിൽക്കുമ്പോൾ കാര്യമൊന്നും അറിയുന്നില്ലല്ലേ. പക്ഷേ പുറത്തെ പ്രശ്നങ്ങൾ അങ്ങനെയല്ല. വോട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത രീതിയിൽ ആ ഫാൻ പേജുകളും സോഷ്യൽ മീഡിയ പേജുകളും ഒക്കെ തന്നെ മാറുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ സീസൺ ഒടുവിൽ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, വലിയ ബഹളമൊക്കെ ആയിരുന്നു, പല പ്രശ്നങ്ങളായിരുന്നു. ശരിക്കും അങ്ങനെയുള്ള പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് ഒരാളുടെ ജീവിതം എന്താണ്, അതിലെ നെഗറ്റീവ് എന്താണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു ആൾക്കാർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക, സോഷ്യൽ മീഡിയ അറ്റാക്കുകളായ അവർക്കും അവരുടെ കുടുംബത്തിനും നേരെ ഉണ്ടാവുക, ആ കുടുംബത്തെ അതിലേക്ക് വലിച്ചിടുക, അങ്ങനെയൊക്കെ വോട്ട് കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മളുടെ കുടുംബങ്ങളെ കൂടെ ഈ ഒരു ഫാൻ ഫൈറ്റില് പുറത്തേക്ക് വലിച്ചിടുക, അവരുടെ പല പല കാര്യങ്ങളും ചകഞ്ഞ് കുടുംബങ്ങളെ പോലും ട്രബിളാക്കുന്ന രീതിയിലൊക്കെ വരിക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ അവയറേ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ഞാൻ അവിടെ കൊടുത്തു, ഉള്ളിലേക്ക് കയറുന്നു. പിന്നീട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പലരും പറയുന്നത് ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും വേറൊരാൾക്ക് കൊടുത്തുകൂടായിരുന്നോ എന്ന് പോലും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇപ്പൊ ഈ PR എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ പല ആളുകളും PR ഉപയോഗിക്കുന്നുണ്ട്, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ടോക്സിക് PR എന്ന് പറയുന്ന ഒരു കാര്യം, ടോക്സിക് PR എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ഈ PR കുറിച്ച് പറയുമ്പോൾ പല ആളുകളും, ഇപ്പൊ ഞാനൊരു സാധാരണക്കാരനായിട്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ഭാഗ്യം കൊണ്ട്. അപ്പൊ പലർക്കും ചിലപ്പോ എന്നോട് ഒരു ഇവനൊന്ന് ഉയർന്നു വരുന്നു, സോ ഇവന്റെ വളർച്ച ഒന്ന് മുരടിപ്പിക്കാൻ വേണ്ടി എന്റെ PR കൊണ്ട് ഇവൻ പറയുന്നത് എന്താണോ അതിനെ ശക്തമായിട്ട് നെഗറ്റീവ് വൽക്കരിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അപ്പോ ഒരിക്കലും ഞാൻ ഉയർന്നു പോയരുത്, അതേസമയം മറ്റൊരാൾക്ക് എതിർവശത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ബൂസ്റ്റ് ചെയ്യപ്പെടുകയും വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യാപകമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ ഈ ഒരു ഷോ എന്ന് പറയാൻ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഇത് ശരിക്കുള്ള ജീവിതമല്ല. പലരും ജനുവിനായിട്ടാണ് നിൽക്കുന്നത്. എത്ര പറഞ്ഞാലും നിങ്ങൾ അതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഒരു ഗെയിം പ്ലാനോട് കൂടിയായിരിക്കും കയറി ചെല്ലുന്നത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ കാര്യങ്ങൾ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ആ 100 ദിവസം, ഇപ്പൊ 100 ദിവസം നിന്ന ഒരാളാണ്, ആ 100 ദിവസം മാത്രമേ അനീഷിനെ ശരിക്കും ഓരോരുത്തർക്കും പരിചയമുള്ളൂ. അതിന് മുൻപ് അനീഷ് ചെയ്ത പല കാര്യങ്ങളുമുണ്ട്, അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പലതുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും മുൻപ് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അതിനുള്ളിൽ നിന്നപ്പോൾ അനീഷ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അത് മോശമല്ലേ, അത് കൊള്ളാമോ, ഇങ്ങനെ പല കാര്യങ്ങളും പോകുന്നുണ്ട്. അതായത് ഒരു ഗെയിം ഷോയുമായിട്ടും നിങ്ങളുടെ യഥാർത്ഥ ജീവിതവുമായിട്ടും കമ്പയർ ചെയ്യപ്പെട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ഫൈറ്റുമായി ബന്ധപ്പെട്ട് തന്നെ പറയാം, ഒരു ഫാൻ ഫൈറ്റ് പോലെയാണ് പലപ്പോഴും ഇങ്ങനെ ഈ ഷോ നടക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ പോകുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടോ? ഇപ്പോൾ അതിൽ നിന്ന് എഡിക്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരാരും ഇതിനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നില്ല. അത് പ്രശ്നമുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നത് പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? ഇതില് തീർച്ചയായിട്ടും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വക്രീകരിച്ച് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക.
അപ്പൊ ഓരോ നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ താഴെ കുറെ ഈ പറയുന്ന ടോക്സിക് പിആറുകൾ വരും. അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ടോക്സിക് പിആറുകൾ വന്നിട്ട് നെഗറ്റീവ് വൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വരുന്ന ഐഡികൾ ഉണ്ടല്ലോ, ആ ഐഡികൾ സ്ക്രൂട്ടിനി ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ആ ഐഡികൾ എവിടെയെങ്കിലും ഒക്കെ അക്കൗണ്ടബിൾ ആവണം എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അതിന് അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ കുറെ കാലം മുൻപ് നമുക്കൊരു OTP വന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ജനങ്ങളിൽ ഒരു അവയർനെസ് കൊണ്ടുവരാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റുകളും ഇപ്പോ കാലാകാലങ്ങളായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ന്യൂസ് പേപ്പറിലായാലും സോഷ്യൽ മീഡിയയിലായാലും സജീവമായിട്ടുള്ള ചർച്ചകൾ അതിനെക്കുറിച്ച് വന്നപ്പോൾ ആളുകൾ ഇങ്ങനത്തെ സ്കാമിനെ കുറിച്ച് അവയറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളുടെ ബാങ്കിൽ നിന്നുള്ള ഈ പണം പോകുന്നതിന്റെ തുലവും കുറഞ്ഞു വരും, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ കുറഞ്ഞു വരും. പക്ഷെ ഇപ്പോഴും ഈ ഒരു സോഷ്യൽ മീഡിയയില് ആളുകള് എന്തും എഴുതിയിടാം എന്നുള്ള ഒരു സമീപനമുണ്ട്. എന്തും, എനിക്കൊരു മൊബൈൽ ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട്, അപ്പൊ എനിക്കൊരു ID ഉണ്ട്, ആ ID കൊണ്ട് ആർക്കെതിരെ എന്തും വിളിച്ചു പറയാം. അത് എഴുതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, തടി തപ്പാം അല്ലെങ്കിൽ ആ ID കളയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് പാടില്ല. ആരായാലും ആ ഒരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒറിജിൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ആ ഒറിജിൻ തേടി പോയിട്ട് പണിഷ്മെന്റ് കിട്ടിയേ പറ്റൂ. അങ്ങനെ സമീപനത്തിലേക്ക് വരണം. അതുപോലെ ഇത് പറയുമ്പോഴേ ഇപ്പൊ ഒരു സൈബർ അറ്റാക്ക് അനീഷിന് നേരെയുണ്ട്. അത് ഞാൻ ഇന്ന് അറിഞ്ഞൊരു കാര്യമാണ്. അതായത് ഡോക്ടർ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ റബ്ബറായിട്ട് പോലും 10 ലക്ഷം രൂപ നൽകി അദ്ദേഹം താങ്കളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. 2 വശമാണ്. ഒന്ന്, ഞാൻ എന്തുകൊണ്ട് വിജയിച്ചില്ല, പുറത്തിറങ്ങിയതിനു ശേഷം ഇത്രയും ആരാധകർ തനിക്കുണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് മനസ്സിലിട്ടുകൊണ്ട് വലിയ മാനസിക സമ്മർദ്ദങ്ങൾ താങ്കൾ അനുഭവിച്ചു. ആ വിജയം പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല എന്നത് ഒരു വശം. 2, എനിക്ക് തോന്നുന്നു ആ ചാനലിന് നൽകിയ ഒരു ബൈക്കിലാണെന്ന് തോന്നുന്നു താങ്കൾ ചിരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിൽ അതല്ലേ, അങ്ങനെയാണ് ഒരു സൈബർ അറ്റാക്ക് ഇപ്പോൾ വലിയ തോതിൽ നേരിടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അപ്പൊ അതായത് ഞാൻ മുൻപ് പറഞ്ഞത്, ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ആരാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. സൈബർ അറ്റാക്കുകൾ നേരിടുന്ന ആളുകൾ ഇപ്പൊ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾക്ക് ഏറിയും കുറഞ്ഞൊക്കെ ആയിട്ട് സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടായിരിക്കും. സൈബർ അറ്റാക്ക് വരുന്ന ആളുകൾ ആ ഐഡികൾ ഏതൊക്കെയാണെന്ന് കുറച്ച് ഐഡികളൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് സൈബർ സെല്ലിൽ പോകണം. അപ്പൊ 1-2 ആളുകളൊക്കെ പിടിക്കുമ്പോൾ അവർക്ക് മാക്സിമം പണിഷ്മെന്റ് കിട്ടുമ്പോൾ അത് ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങളിൽ ആ ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇന്റൻസിറ്റി കുറയും. അതുപോലെ തന്നെ വേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഇതിനെ ബോധവൽക്കരണം നടത്തണം. ആർക്കും എങ്ങനെയും ഒരു ID ഉണ്ടാക്കി അതിലൂടെ മറ്റുള്ള ആളുകളെ ഡിഫൈൻ ചെയ്യാവുന്ന രീതിയിൽ എന്തും എഴുതാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് മാറേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ആരെങ്കിലും മറ്റുള്ള ആളുകളെ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും. അതിന് ഏതറ്റം വരെ പോകുന്ന ആളുകളും ഉണ്ട് എന്നറിയുമ്പോ താനെ മടക്കോളൂ. ഓക്കെ, അപ്പോ താങ്കൾക്കെതിരെ നെഗറ്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഇതിലിപ്പോ ആ ഷോയിലേക്ക് കയറുന്ന സമയത്തും ഇറങ്ങിക്കഴിഞ്ഞിട്ടും താങ്കൾ ഇപ്പോൾ ഒരു എഴുത്തുകാരാണെങ്കിൽ ഒരു വേദി വരെ വന്നു നിൽക്കുകയാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ പല പരാമർശങ്ങളും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു സത്യം തിരിച്ചറിഞ്ഞില്ലായിരുന്നോ? അതിൽ 1-2 കാര്യം ഞാൻ പറയാം. അത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് കയറുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞത് പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡിവോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പല കാര്യങ്ങളും പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളൊരു വേദി കൂടിയാണ് എനിക്ക് ബിഗ് ബോസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളിൽ ചെന്ന കാര്യങ്ങൾ പിന്നീട് മാറി മറിയതാണ് കണ്ടത്. പിന്നീട് പല വേദികൾ എത്തിയിട്ടുണ്ടെങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ എന്താണ് അത് ചെയ്യാഞ്ഞത്?
എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അത് എൻ്റെ അവിടെ ഒരു ജെനുവിനായിട്ട് നിന്നിട്ട് കറക്റ്റായിട്ട് ചെയ്ത ആളാണ് ഞാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരിക്കുന്നത് ഞാനാണ്. അല്ലേ? സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. ഇപ്പോൾ ഒരു സ്ത്രീവിരുദ്ധനാണ് എന്നുള്ളൊരു ടാഗ് തലയിൽ വീണിട്ടുണ്ടായിരുന്നു. സ്ത്രീവിരുദ്ധൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുരുഷ വിരോധി എന്ന് വെച്ചാൽ പുരുഷന്മാരെ ഇഷ്ടപ്പെടേണ്ട, അവരെ അടിച്ചമർത്തി വെക്കുക, സ്ത്രീകളെ ഇഷ്ടപ്പെടേണ്ട, അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമല്ലല്ലോ. താങ്കൾ ഇതിനു വേണ്ടിയിട്ടാണ് ആ ഷോയിലേക്ക് കയറുന്നത് എന്ന് പറഞ്ഞിട്ടോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും? ഒരുപാട് അവസരങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ടെലികാസ്റ്റ് വന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോ ഞാനൊരു ഡിവോഴ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിവോഴ്സിന്റെ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ പുരുഷന്മാര് ഒരുപാട് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസിലേക്ക് മുന്നേ പോകുമ്പോൾ തീർച്ചയായിട്ടും ഓഡിഷൻ ഘട്ടങ്ങളിലൊക്കെ ചോദിച്ചിരുന്നു. അതിന് ഉത്തരമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരിങ്ങനെ പല പ്രോബ്ലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, അതൊക്കെ അഡ്രസ് ചെയ്യപ്പെടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ബിഗ് ബോസിന്റെ ഉള്ളില് പല ഘട്ടങ്ങളിലായിട്ട് പലരോടും ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈഷൻ പീരീഡിലും അതുപോലെ തന്നെ പോകെ നമ്മൾ പറയുക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അല്ലെ? ഇപ്പോ ഞാനിപ്പോ ഒരു സ്റ്റേജിൽ വന്നിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഉള്ളില് എല്ലാവരും നോക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നല്ല നമ്മൾ പറയാം. നമ്മൾ ഓരോരുത്തരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കടന്നു പോയ പശ്ചാത്തലങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അതാണ് ശരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ആശയങ്ങളും നമ്മൾ ജീവിച്ച വഴിത്താരകളൊക്കെ ഓഡിയൻസിലേക്കും എത്തിക്കുന്നത്. താങ്കൾ ചിന്തിച്ച രീതിയിൽ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില അവസരങ്ങളിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തീർച്ചയായിട്ടും ഒരു പ്യൂരിഫിക്കേഷൻ കൂടിയാണ്, അതൊരു ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കൂടിയാണ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ചില നിലപാടുകളിൽ നിന്ന് എനിക്ക് മാറ്റം അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോ സ്ത്രീകളുടെ ഇപ്പോ പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് നമ്മള് കിടന്നുറങ്ങുമ്പോ തന്നെ, അതായത് ബെഡ്റൂം തന്നെ കോമൺ ആയിട്ടാണ്. അപ്പൊ ഇതിനു മുൻപ് നമ്മുടെ വീട്ടിലുള്ള അമ്മയ്ക്കാണെങ്കിലും അതുപോലെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഈ പീരീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് അത്രമാത്രം ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമുക്ക് കാര്യങ്ങൾ അറിയാം, അത് അതിൻ്റെതായിട്ടുള്ള വഴികളിലൂടെ കടന്നു പോകും. പക്ഷെ ബിഗ് ബോസിൽ എത്തുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, അവിടെ ജെൻഡർ ഇക്വാലിറ്റി വരുന്നു, പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യപ്പെടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ തോട്ട് പ്രോസസ്സ് ചിലപ്പോഴൊക്കെ മാറും. പെയിൻ അനുഭവിക്കുന്നു, അങ്ങനെയൊക്കെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീവിരുദ്ധൻ എന്ന ടാഗ് എന്റെ തലയിൽ വന്ന് വീണതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? താങ്കൾ ഇപ്പോൾ ആ ഹൗസിനുള്ളിലെ കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ഗെയിം ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അത് മെറ്റേണിറ്റി ലീവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താങ്കൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അനാവശ്യ പ്രിവിലേജ് ആണ് തുടങ്ങിയ രീതിയിലാണ് താങ്കൾ അത് സംസാരിച്ചത്. ഡെലിവറി സമയത്ത് മാത്രം ലീവ് കൊടുത്താൽ പോരെ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ താങ്കൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണോ? എന്തിനാണ് അങ്ങനെ അത്രയും കാലം ലീവ് കൊടുക്കുന്നത് എന്നാണോ, അതോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ പ്രശ്നമാണോ? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലുള്ള പ്രശ്നമാണ്. മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്ന ഒരു കാര്യം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. മെറ്റേണിറ്റി ലീവും വേണം, അതുപോലെ തന്നെ പെറ്റേണിറ്റി ലീവും വേണം എന്നുള്ളൊരു ആശയത്തിലേക്കായിരുന്നു ഞാൻ വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടോ എഡിറ്റിങ്ങിന്റെ പ്രശ്നമാണോ അതോ ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് എടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മെറ്റേണിറ്റി ലീവ് പോലെ തന്നെ പെറ്റേണിറ്റി ലീവും വേണം, ശരിയാണ്. അമ്മയും അച്ഛനും തുല്യ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെറ്റേണിറ്റി ലീവ് എന്തിന് ഇത്രയും നാളും കൊടുക്കുന്നു, അതിനെനിക്ക് എതിർപ്പുണ്ട് എന്ന് താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ
ഒന്നിനോട് എതിർപ്പ് കാണിച്ചിട്ട് മറ്റൊന്നിനെ ഉയർത്തിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ അതും ഇതിന്റെ കൂടെ ചേർത്ത് വെക്കണം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓഡീഷൻ ഘട്ടത്തില് ഓഡീഷന്റെ ടൈമില് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ബിഗ് ബോസിൽ വന്നു, സ്ത്രീകളുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ അത് എഡിറ്റിങ്ങിൽ വന്നിട്ടുള്ള ഇതാണ്. അത് ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വരാത്തതാണ്, മനസ്സിലായി. പിന്നെ അത് ആ ഒരു ചെറിയ പോർഷൻ അടർത്തി മാറ്റി അത് വ്യാപകമായിട്ട് ഈ ടോക്സിക് പിആറുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചതാണ്, മനസ്സിലായോ? അതാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് മുന്നേ ഓഡിഷൻ ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു, അത് ശരിയാണ്. അതിനുശേഷം ഈ ബിഗ് ബോസിൽ വന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞ പോലെ ഇതൊരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ എന്റെ മാറി. നല്ല രീതിയിൽ അവരെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള എനിക്കുണ്ടായിരുന്നു. എങ്കിൽ കുറച്ചും കൂടെ അവരെ ബഹുമാനിക്കണം, കൂടുതൽ ബഹുമാനിക്കണം എന്നുള്ളൊരു കുറച്ചും കൂടി ഇപ്പോൾ കൂടി എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇപ്പൊ ഒരു പടി മുകളിലേക്ക് എത്തി. ഇത് വീണ്ടും 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 ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അതായത് ചോദിക്കുന്നതിന് മറ്റൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഈ കോമൺ മാൻ എന്നുള്ള വിഷയത്തിൽ, കാരണം ഈ വേദിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ഒരു ഇപ്പൊ MVFL പോസ്റ്ററിലാണെങ്കിൽ തന്നെയും താങ്കളുടെ വീഡിയോയിലാണെങ്കിൽ തന്നെയും അതിനകത്ത് പലരും സംസാരിച്ചു പോകുന്ന ഒരു കാര്യം ഒരു സാധാരണക്കാരുടെ അസാധാരണ വളർച്ച എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ ഈ വിഷയങ്ങൾ മറുവശത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഒരു പ്രതികരണവും വന്നിട്ടില്ലായിരുന്നു, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ടാണ് ഇത് വീണ്ടും ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായിട്ട് ഞാൻ എന്താണ് പറഞ്ഞത് അത് പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ ഓഡീഷൻ ഘട്ടത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത്. ബിഗ് ബോസിന് ശേഷം എൻ്റെ നിലപാടിൽ വ്യത്യാസം വന്നിരുന്നു. പൂർണ്ണമായിട്ടും സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞു വെക്കാതെ എന്തൊക്കെയോ ഈ ടോക്സിക് പിആറുകൾ എടുത്ത് എനിക്ക് തന്നെ പലപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ചെറിയ പോസ്റ്റ് എടുത്ത് ചിലപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകളായിരിക്കും ഇങ്ങനെ വന്ന് അനീഷ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അതിനൊന്നും മറുപടി പറയണ്ട എന്ന് എനിക്ക് തോന്നി. ഞാൻ എല്ലാ കാര്യത്തിലും മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് മറുപടി പറയേണ്ടി തോന്നിയില്ല, മറുപടി പറഞ്ഞില്ല. അവജ്ഞയോടുകൂടെ ഞാനത് തള്ളിക്കളഞ്ഞു. മറുപടി പറയേണ്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു, അതിനെല്ലായിട്ടും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത വിഷയങ്ങളിൽ മറുപടി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ 4 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. എഴുത്തിനെ കുറിച്ച് തന്നെ അവസാനം ഒന്ന് പറഞ്ഞു തരാം. ഇനി മുന്നിലേക്ക് എന്താണ്? ആദ്യത്തെ ഒരു നോവൽ, അതായത് 2ാമത്തെ പുസ്തകമാണ്. അടുത്തതായിട്ട് എന്താണ്? ഇപ്പോഴും എഴുതുന്നുണ്ടോ? ഉടൻ തന്നെ ഉണ്ടാകുമോ? എന്താണ് ഇപ്പോൾ കടന്നു പോകുന്നത്? എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ എഴുതിയില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറക്കം വരാറില്ല. അപ്പൊ എഴുതുന്നുണ്ട്. അടുത്ത ബുക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതിനൊക്കെ നല്ല ചാൻസ് വരികയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കും. സിനിമ എന്ന് പറയുമ്പോൾ നടന്നാൽ മാത്രമാണ് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആകെ കൂടെ ഒരേ ഒരു ലൈഫേ ഉള്ളൂ. അതില് എത്രമാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ ഉപയോഗിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എഴുത്ത് കൂടെ ഉണ്ടായിരിക്കും, കൃഷി കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യും. ഓക്കെ, കതിരാളൻ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. ഇതിപ്പോ നമ്മുടെ മാതൃഭൂമി ബുക്ക് സ്റ്റോൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ ഇരിക്കുമ്പോൾ അവസാനമായിട്ട് എന്താണ് അവരോട് പറയുന്നത്? അവസാനമായിട്ട് പറയാനുള്ളത്, എൻ്റെ ബുക്ക് 2ാമത്തെ പുസ്തകം, ആദ്യത്തെ നോവൽ കതിരാളൻ പുറത്തു വന്നിരിക്കുകയാണെന്ന് നിങ്ങൾ വായിച്ച് എന്നോട് അഭിപ്രായം പറയണം. എന്ത് തരത്തിലുള്ള അഭിപ്രായങ്ങളാണെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട്, അല്ലെങ്കിൽ ബുക്കില് അഡ്രസ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായം വിളിച്ചറിയിക്കണം. ഞാൻ സ്വയമേ വിലയിരുത്തുന്നത് ഞാൻ നല്ല രീതിയിൽ
എഴുതിയിട്ടുണ്ട് എന്നാണ്. അതിന് പറയേണ്ടത് വായനക്കാരാണ്. എന്തായാലും എഴുതി കഴിഞ്ഞപ്പോൾ നല്ലൊരു റിലീഫായി. ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പല ആളുകളും വിചാരിക്കുന്നത് ഇങ്ങനെ കുറെ ഫേക്ക് ആയിട്ടുള്ള ID കോഡ്, ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ തളർന്ന് നിർത്തും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അവർക്ക് തെറ്റി. കാരണം എഴുത്ത് എന്ന അതിശക്തമായിട്ടുള്ള മാധ്യമം എന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനു മേടിക്കണം? ഓക്കെ, അപ്പോ ഇനി ഓഡിയൻസിനുള്ള സമയമാണ്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഹായ് അനീഷ്. ഹായ്. ഞാൻ ലക്ഷ്മി. ഞാൻ ബിഗ് ബോസ് ഒരുപാട് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. സോ അനീഷിന് ബിഗ് ബോസിന് പുറത്ത് ഒരു ലൈഫുണ്ട്, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഇപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു ലൈഫുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ഫൈൻ ലൈഫ് മാത്രമാണ് ഒരു പ്ലേയർ ആൻഡ് വ്യക്തി എന്നുള്ള ഇതിന് ഇടയ്ക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഓഡിയൻസ് ഇത് കാണേണ്ടത്. വ്യക്തിയും ഗെയിമറും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അനീഷിന്റെ കേസിൽ എന്താണ് വ്യത്യാസം? എങ്ങനെയാണ് ഓഡിയൻസ് അത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യത്യാസത്തില്? താങ്ക് യു. പേരെന്തായിരുന്നു? ലക്ഷ്മി. ലക്ഷ്മി, ഇപ്പോ ബിഗ് ബോസില് പരമാവധി ജെനുവിനായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പൊ പലരും പുറത്തിറങ്ങിയിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, അനീഷ് സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ എന്ന് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഗെയിം വിട്ടിട്ട് പുറത്തേക്ക് വരൂ എന്നൊക്കെ എന്നോട്, ആ സംസാര രീതി മാറ്റിയിട്ട് പുറത്തേക്ക് വരൂ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് യാതൊരു തരത്തിലുള്ള വേറൊരു ടോണോ വേറൊരു ആറ്റിറ്റ്യൂഡോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ഈ അതിനുള്ളിലുള്ള ഭൂരിഭാഗം സമയത്തുണ്ടായിരുന്ന അതേ അനീഷ് തന്നെയാണ് ഇപ്പൊ പുറത്തുള്ളത്. അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയണമെന്ന് നിങ്ങൾ ശടിക്കുകയാണെങ്കിൽ അതിന് എന്നെ കിട്ടൂല, ഞാനത് ചെയ്യൂല. എനിക്ക് പറയണം, എനിക്ക് ഇടപെടണം എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടുകയും, എന്നാൽ എനിക്ക് വേണ്ട, എനിക്ക് ഇതിൽ ഇടപെടണ്ട എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നേച്ചറാണ് എൻ്റെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഞാൻ. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. രണ്ടായാലും കൈ തൂക്കി ഹൃദയം കൊണ്ട് ഞാൻ സ്വീകരിക്കും. മൈക്ക് ഓൺ ചെയ്തോ. ഹായ് അനീഷ്, ഞാൻ രജിൽ. അനീഷ്, ഞാൻ അധികം ബിഗ് ബോസ് എപ്പിസോഡുകൾ അധികം കാണാത്ത ഒരാളാണ്. പക്ഷേ സ്ത്രീകൾ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, കമന്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അനീഷിനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് അവരൊക്കെ അനീഷ് കാണുന്നത് കുറേ താരങ്ങളുടെ കൂട്ടത്തിൽ ഒരു താരപ്രഭയില്ലാത്ത ഒരാളായിട്ടാണ്, അതായത് ഒരു സാധാരണക്കാരൻ. അപ്പോൾ അനീഷ് എന്ന വ്യക്തിക്ക് 100 ദിവസം അവിടെ കുറേ അറിയപ്പെടുന്ന താരങ്ങളുടെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ തനിക്ക് ഇല്ലാത്ത എന്തൊക്കെ മൂല്യങ്ങൾ കിട്ടുന്നതായി തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മൂല്യം കിട്ടുന്നത്, നമുക്കൊരു വിശ്വാസം കിട്ടണം. എന്നാലല്ലേ ആ പ്രവൃത്തി കൊടുക്കുന്ന ഒരു ഉപയോഗം ഉണ്ടെന്ന് നമുക്ക് തോന്നും. പൈസ കിട്ടുന്നത് മാത്രമല്ല, പൈസ ഒക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ അനീഷിന് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റീസ് അനീഷിന് പുതുതായിട്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഈ പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ? ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്ന ഒരു ഷോയാണ്. ഒരു എങ്ങനെ എന്താ പറയാ, കുറെ നാളുകൾ കഴിയുമ്പോൾ ക്ഷമ നമ്മൾ പഠിക്കും. അതുപോലെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമുക്ക് എതിരെ നിന്നാലും അവിടെ നിന്ന് എങ്ങനെ നമ്മളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കുക്കിംഗ് പഠിക്കും. അങ്ങനെ ജീവിതം, നമ്മുടെ ജീവിതം, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള എല്ലാ സ്കില്ലുകളും പഠിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഞാൻ തന്നെ എനിക്കൊരു സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന കാര്യം കിട്ടിയത് കുറെ ജീവിതവുമായി ബന്ധപ്പെട്ട
സ്കിൽസ് പഠിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എവിടെ കൊണ്ടിട്ടാലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാനുള്ള എന്തോ ഒരു സാധനം എന്നിൽ വന്നു ചേർന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് ആൻസി, ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്. എന്നോട് ഒരുപാട് പേര് ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോഴേ അനീഷിനെ കാണുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഹായ് പറയണമെന്ന് പറഞ്ഞായിരുന്നു. ചേട്ടനൊന്ന് പറയാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ചേട്ടൻ്റെ ലൈഫിൽ ചേട്ടൻ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി കാണുമായിരിക്കുമല്ലോ, ഒന്ന് പറയാമോ? ഒരു വ്യക്തിയായിട്ടല്ല, ഒരുപാട് വ്യക്തികൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് വളരെ കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങളുള്ള ആളൊന്നുമല്ല. അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്റെ അനിയൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് APJ അബ്ദുൽ കലാം സാറ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മേഖലകളിലുള്ള MT വാസുദേവൻ നായർ സാറ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകളുണ്ട്, ഒരാളുടെ പേര് മാത്രമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചില സമയത്ത് എന്നെ പഠിപ്പിച്ച ചില സാറുമാരും ടീച്ചർമാരൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. അവരൊക്കെ നല്ല കാര്യങ്ങൾ, ക്വാളിറ്റീസ് ഒക്കെ ജീവിതത്തിൽ പകർത്താനായിട്ടും ശ്രമിക്കാറുണ്ട്. പ്രിയപ്പെട്ട അനീഷ്, താങ്കൾ ഫസ്റ്റ് തന്നെ നേടണമെന്ന് പണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം പിന്നെ അനീഷിനോട് ഒരു സാധാരണക്കാരൻ്റെ വിനയിച്ചോടുകൂടി വരികയും അങ്ങനെ അസാധാരണമായ പ്രശസ്തി നേടുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ എഴുത്തിൻ്റെ പാതയിലും കൂടിയാണ്. അപ്പം പെറ്റേണിറ്റി ലീവ് കേരള സർക്കാർ പുരുഷന്മാർക്ക് 10 ദിവസവും കേന്ദ്ര സർക്കാർ 15 ദിവസവും നൽകിയിരിക്കും. പ്രസവവും ശുശ്രൂഷയും പ്രസവവും അതിനുശേഷമുള്ളതൊരു സ്ത്രീ അനുഭവിക്കുന്ന പറയാനാകാത്ത ഒരുപാട് പേരിലൂടെ ശാരീരിക മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇനി അന്ന് താങ്കൾ സംസാരിച്ച ബോധപൂർവമല്ലാതെ വന്ന ഒരു നാവ് പിഴയ്ക്ക് പകരം താങ്കളുടെ 3ാമത്തെ പുസ്തകം സ്ത്രീക്ക് അനുകൂലമായ ഒരു പുസ്തകമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആകാമോ? ഞാൻ എഴുതിയിട്ടുള്ള 2 പുസ്തകങ്ങളിലും ഒരിക്കലും സ്ത്രീകൾക്ക് അനുകൂലമല്ലാത്ത ഒരു പദം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ആങ്കർ ഈ പുസ്തകം കതിരാളൻ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ ഞാൻ ഓൾറെഡി എഴുതിയതായതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോ ആങ്കറായിട്ടുള്ള പൂജ ചേച്ചി എന്തായാലും വായിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് പൂജ ചേച്ചിയോട് തന്നെ ചോദിക്കാം, ഇതിന് എന്തെങ്കിലും സ്ത്രീ വിരുദ്ധത ഉണ്ടോ എന്നുള്ളത്. അല്ല, തൃശ്ശൂർക്കാർക്ക് എല്ലാവരും ചേട്ടന്മാരുമാണ്, എല്ലാവരും ചേച്ചിമാരുമാണ്. അതിന്റെ റൈറ്റ് സെൻസിൽ എടുക്കണം. വായിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ വായിച്ച ഒരാളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പല രീതിയിലാണ്. ശരിക്കും സ്ത്രീവിരുദ്ധതയൊന്നും എനിക്കതിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല. ഒന്ന്, പല കാലഘട്ടത്തിലൂടെ കടന്നു വരുന്ന ഒരു പുസ്തകമാണ് അത്. ശരിക്കും ഇപ്പൊ ഞാൻ അഭിപ്രായം പറയണോ എന്നുള്ളത് പോലെ സംശയമാണ്. വായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചോദ്യം അത് ഏത് രീതിയിലാണ് വന്നത് എനിക്കറിയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടി എന്നുള്ള പല കാര്യങ്ങളും ഈ വേദിയിൽ പറയുന്നതിന് അപ്പുറം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ പുസ്തകത്തിലൂടെ പറയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ കോടന്നൂർ എന്ന ഗ്രാമം, അവിടുത്തെ കൃഷിയെക്കുറിച്ച്, അവിടുത്തെ കൃഷി സംസ്കാരത്തെക്കുറിച്ച്, ആ ചരിത്രത്തെക്കുറിച്ചാണ് കതിരാളിലുള്ളത്. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് പകരം ഇതിന് കറക്റ്റ് മറുപടി കൊടുക്കുന്നതായിട്ട് നല്ലത്. എന്റെ 2 പുസ്തകത്തിലും ഒരിക്കലും ഒരിടത്ത് പോലും ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മഷിയിട്ട് പോലും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഈ എഴുതാൻ പോകുന്ന ബുക്കുകളിലും ഞാൻ ചെല്ലുന്ന അല്ലെങ്കിൽ ഞാൻ സംവദിക്കുന്ന മേഖലകളിലൊന്നും സ്ത്രീ വിരുദ്ധത നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് ഞാൻ ഉറപ്പു തരുന്നു. Good evening, Anish, and good evening, Pooja. First of all, I wanted to pay a big thanks to our sign language presenters here. നിങ്ങൾ 3 days I have been watching you. നിങ്ങൾ പറയുന്ന അതേ സ്പീഡിലാണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് അവിടെ സൈൻ ലാംഗ്വേജ് കാണിക്കുക. ചില സമയത്ത് ഓഡിയോ കേൾക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇവരൊക്കെ പറയാം എനിക്ക് ഇത് പറഞ്ഞത് മനസ്സിലാവില്ല ട്രാൻസ്ലേറ്റ്. But then they do a great job. Thank you so much and keep up the great work. Pooja, you been an awesome moderator here. More than a dialogue, this became a debate. വളരെ thought-provoking ആയിട്ടുള്ള questions ആണ് അനീഷിനോട് ചോദിച്ചത്. Thank you so much. Anish, back to you.
4 ദിവസത്തെ ഡെലിഗേറ്റ് പാസ് എടുത്തിട്ട് ഒരു പ്രോഗ്രാം കാണാൻ മാത്രം വന്നതാണ് എൻ്റെ അമ്മ. അനീഷിനെ കാണാൻ മാത്രം, അനീഷിന്റെ പുസ്തകം വാങ്ങാൻ വേണ്ടി മാത്രം വന്ന ആളാണ്. What I want to ask on behalf of all the parents is, ബിഗ് ബോസിന്റെ പോണേന്റെ മുമ്പേ അമ്മയും അച്ഛനും കുട്ടിക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നോ? നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യരുത്, പണ്ട് ആൾക്കാർ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്നും ബിഗ് ബോസ് കഴിഞ്ഞു വന്നപ്പോൾ അച്ഛൻ അമ്മ എന്താ പറഞ്ഞത്? ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയപ്പോ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വെൽക്കം ടു ബിഗ് ബോസ് എന്ന് എന്നോട് ഫോണിൽ പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഷോക്കായി സത്യത്തില്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംഭവം സ്റ്റക്കായിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോ എന്തെങ്കിലും തരത്തില് എനിക്ക് എന്റെ മാതാപിതാക്കളോടും എന്റെ അനിയനോടും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം പറയാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാം മെയിൻ ഹോൾ, ഞങ്ങൾ നടയിലകത്താണ് പറയാം, നടയിലകത്തേക്ക് അവർ വിളിക്കും. 3 പേര്, ഫാദറിനെയും മദറിനെയും എന്റെ അനിയനെയും വിളിക്കും. എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ ഇരിക്കി എന്ന് പറയും. ആ ഒരു വാക്ക് കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു വലിയൊരു കാര്യം സംഭവിക്കാൻ പോവാണ് എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാവും. ആ ബിഗ് ബോസിലേക്ക് ഇങ്ങനെ ക്ഷണം കിട്ടിയപ്പോ അതേ കാര്യം തന്നെ ഞാൻ ചെയ്തു. അപ്പനെയും ഫാദറിനെയും മദറിനെയും അനിയനെയും വിളിച്ചിട്ട് നടയിലാകത്ത് ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അവര് ഭയങ്കര സസൂക്ഷ്മം എന്നെ കേട്ടിട്ട് പറഞ്ഞു നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദറും മദറും അനിയനും ഷോക്കായി പോയി എന്നുള്ളതാണ് സത്യം. അപ്പൊ അവര് ആദ്യം എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് അതിന് സാധിക്കുമോ, അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് നിൽക്കാനായിട്ട് പറ്റുമോ എന്ന് അവര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കാനായിട്ട് സാധിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഒരു കുഴപ്പമില്ല, ഓക്കെ നീ പോയിട്ട് വരൂ എന്ന്. എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഫാദർ ആയാലും മദർ ആയാലും എൻ്റെ അനിയനായാലും വളരെ ശക്തമായിട്ട് എൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ അവർ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും തിരിച്ചു വന്നു, എല്ലാം നന്നായിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് അവർക്കൊരു അങ്ങനെ പ്രത്യേകിച്ച് ഒരു അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഒന്നും വരില്ല. അവരുടെ മുഖം കണ്ടാൽ എനിക്കറിയാം അവർ സന്തോഷത്തിലാണ്. അപ്പൊ ഇതിപ്പോ ഒരു വീടാവുമ്പോ നമ്മളിങ്ങനെ നീ പോയത് നന്നായി എന്നൊരു എന്താ പറയാ അങ്ങനെയൊന്നും പറയില്ലല്ലോ. നമുക്കറിയാം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അറിയാം അവർ ഹാപ്പിയാണ് എന്നുള്ളത്.